എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാൾക്ക് സംഭവിക്കുന്ന ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം ജാതകവശാൽ സംഭവിക്കുന്ന ഗ്രഹദോഷങ്ങൾ കൊണ്ടായിരിക്കാമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഈശ്വരാധീനമുണ്ടെങ്കിലേ ഈ ഗ്രഹദോഷങ്ങളെല്ലാം തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരാളുടെ ജന്മനാളിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെയും തന്നെ അകന്നു നിൽക്കുകയും ചെയ്യും. ഒരു വ്യക്തിയുടെ ജന്മസമയത്തെ ഗ്രഹനിലയിൽ ചന്ദ്രന്റെ സ്ഥാനം അനുസരിച്ചാണ് അവരുടെ മാനസിക വ്യാപാരങ്ങളും ജീവിതത്തിലെ ഭാഗ്യനിർഭാഗ്യങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. ഒരാൾ ജനിച്ച നക്ഷത്ര നാളില് ചന്ദ്രൻ വീണ്ടും എത്തുന്ന ദിവസമാണ് പിറന്നാൾ. അതിനാൽ ജന്മനക്ഷത്ര ദിവസത്തിനും ആ ദിവസം നടത്തുന്ന പ്രാർത്ഥനകൾക്കും പൂജകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മറ്റ് ദിവസങ്ങളിലേക്കാളും ഫലപ്രാപ്തി കൂടുതലായിരിക്കും. പിറന്നാൾ ദിനത്തിൽ ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തിയാൽ ദോഷങ്ങളും ഗ്രഹപ്പിഴകളും ദശാദുരിതങ്ങളും അകന്നു നിൽക്കുമെന്നാണ് വിശ്വാസം. മാസം തോറുമുള്ള പിറന്നാൾ നക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനങ്ങൾ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ തുടങ്ങിയവ നടത്തേണ്ടതാണ്. ഈ ദിവസവും പ്രത്യേകം ജപങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നതും ഉത്തമമാണ്. ആണ്ട് പിറന്നാളിന് ഈ വഴിപാടുകൾ കൂടാതെ അന്നദാനവും മറ്റും നടത്തുന്നതും ഗുണകരമാണ്. അതുപോലെ തന്നെ ജന്മനാളും അത് വരുന്ന ദിവസങ്ങളും തമ്മിലും ബന്ധമുണ്ട്. അതായത് മാസം തോറും ജന്മനാള് ചില ദിവസങ്ങളിൽ വന്നാൽ ആ വ്യക്തിക്ക് ഗുണകരമായും മറ്റു ചില ദിവസങ്ങളിലാണെങ്കിൽ ദോഷകരവുമായി ഭവിക്കാറുണ്ട്. ഏത് ദിവസമാണോ ജന്മനക്ഷത്രം വരുന്നത് ആ ദിവസവുമായി ബന്ധപ്പെട്ട ഗ്രഹദേവതയെ പ്രീതിപ്പെടുത്തിയാൽ ദോഷങ്ങൾ അകന്നു നിൽക്കും. അടുത്തതായിട്ട് ഓരോ ദിവസവും ജന്മനക്ഷത്രം വന്നാലുള്ള ഫലങ്ങളും അതുപോലെ തന്നെ ആ ദിവസം ഏത് ഗ്രഹദേവതയെ ഭജിക്കണമെന്നതും നോക്കാം. ഞായറാഴ്ച ദിവസം ജന്മനാള് വന്നാല് ദൂരയാത്രകൾക്ക് അവസരം വരുമെന്നാണ് ഫലം. ഈ ദിവസം സൂര്യഭഗവാനെയും പരമശിവനെയും ഭജിച്ച് പ്രീതിപ്പെടുത്തണം. തിങ്കളാഴ്ച ദിവസം ജന്മനാള് വന്നാല് മൃഷ്ടാന ഭോജനം ലഭിക്കുമെന്നാണ് പ്രമാണം. ഈ ദിവസം ചന്ദ്രനെയും ദുർഗാദേവിയെയും ഭജിച്ച് പ്രീതിപ്പെടുത്തണം. ചൊവ്വാഴ്ച ദിവസം ജന്മനാള് വന്നാല് രോഗദുരിതങ്ങളാണ് ഫലം. ഈ ദിവസം കുജപ്രീതിക്കായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതവും ഭദ്രകാളിക്ക് കുങ്കുമാർച്ചനയും നടത്താം. ബുധനാഴ്ച ദിവസം ജന്മനാള് വന്നാല് വിദ്യാഭിവൃദ്ധിയാണ് ഫലം. ഈ ദിവസം ബുധപ്രീതിക്കായി ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കാം. വ്യാഴാഴ്ച ദിവസം ജന്മനാള് വന്നാല് വസ്ത്രലാഭമാണ് ഫലം. ഈ ദിവസം വ്യാഴപ്രീതി നേടാൻ മഹാവിഷ്ണുവിനെ ഭജിക്കാം. വെള്ളിയാഴ്ച ദിവസം ജന്മനാള് വന്നാല് ഭാഗ്യകടാക്ഷമാണ് ഫലം. ഈ ദിവസം ശുക്രപ്രീതിക്കായി മഹാലക്ഷ്മിയെ ഭജിക്കാം. ശനിയാഴ്ച ദിവസം ജന്മനാള് വന്നാല് മാതാപിതാക്കൾക്ക് ദുരിതമാണ് ഫലം. ഈ ദിവസം ശനിദോഷ പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനവും ശിവന് ജലധാര, കൂവളമാല എന്നിവയും സമർപ്പിക്കാം. അപ്പോൾ എല്ലാവരും മാസം തോറുമുള്ള ജന്മനക്ഷത്രത്തിനും പ്രാധാന്യം കൊടുക്കുക. അത് വരുന്ന ദിവസത്തിനനുസരിച്ച് അതാത് ദേവീദേവന്മാരെ ഭജിക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈശ്വര കടാക്ഷം ലഭിക്കുകയും പ്രശ്നങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുറച്ചു പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.